എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന കുറേയേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മിക്സിയുടെ ചെറിയ ജാറിൽ ബീട്രൂട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഒന്നൊന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോരന് പരുവത്തിനായിട്ട് കിട്ടും. കൈ കൊണ്ട് ഒരുപാട് സമയം എടുത്ത് നമുക്ക് അരിയേണ്ട ആവശ്യമില്ല. കൈവേദന അങ്ങനത്തെ ഉള്ളൊരു പ്രശ്നങ്ങളേ വരില്ല. അന്നേരം ബീട്രൂട്ട് ഇഷ്ടമുള്ള പച്ചക്കറികൾ അങ്ങനെ ചെയ്യട്ടോ. എളുപ്പത്തിൽ പണി നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് മസാലയും നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അത്യാവശ്യം വലിയൊരു ചപ്പാത്തിയാണ്. ഇതിലും വലുതോ ചെറുതോ ഒക്കെ ആക്കാം. ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒറ്റ ചപ്പാത്തിയിൽ നമുക്ക് 4 സമോസ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് എണ്ണയിൽ നമ്മൾ ചുട്ടെടുക്കുമ്പോഴും നല്ല പോലെ പൊന്തി ഇങ്ങനെ വരും. ഇതിന് നമ്മൾ സോഡാപ്പൊടി അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ചേർത്തിട്ടില്ല. നല്ല ഇതായിട്ട് വരും. വളരെ സിമ്പിളായിട്ട് ഒറ്റ ചപ്പാത്തി 4 അന്നേരം നിമിഷ നേരം കൊണ്ട് ഒരുപാട് നമുക്ക് സമോസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. സവാള അരിയുമ്പോൾ കണ്ണ് നീറുന്നൊരു പ്രശ്നം ഒഴിവാക്കാനും വേണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക സവാള. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് നമ്മളത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ പിന്നീട് എടുത്ത് അരിയാണെങ്കിൽ ഒട്ടും തന്നെ കണ്ണ് നീറില്ല. അല്ലെങ്കിൽ സവാള നമ്മൾ പൊളിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാത്ത സവാള നമ്മൾ പൊളിച്ചതിന് ശേഷം വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് അരിയാണെങ്കിലും ഒട്ടും തന്നെ കണ്ണ് നീറില്ല. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ലേശം വെള്ളം വെച്ചിട്ട് അതിലേക്ക് കോട്ടണോ ടിഷ്യൂ പേപ്പറോ ഒന്ന് വെച്ചിട്ട് നമ്മൾ അരിയുകയാണെങ്കിലും കണ്ണ് നീറില്ല കേട്ടോ. അതിന് 3 കാര്യങ്ങളാണ് സവാള അരിയുമ്പോൾ കണ്ണ് നീറാതിരിക്കാൻ നമ്മൾ സാധാരണ ചെയ്ത വർക്കൗട്ട് ആവുന്ന 3 ടിപ്പുകളാണ് പറഞ്ഞിട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അന്നേരം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ വെക്കുക. അല്ലാത്ത വശം പുറത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ തോലൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരിയണമെങ്കിൽ ഒട്ടും തന്നെ കണ്ണ് നീറില്ല കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഉഴുന്നുവട ഉണ്ടാക്കുമ്പം നമുക്ക് പെട്ടെന്ന് ആ ഒരു മാവ് കറക്റ്റ് രീതിയിലായിട്ട് കിട്ടാനും വേണ്ടി കുതിർന്ന് ഉരുന്ന് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിന് പകരം നമ്മൾ ഐസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു മാവ് കിട്ടും. കറക്റ്റാണോ ആ മാവെന്നറിയാനും വേണ്ടി ലേശം വെള്ളത്തിൽ മാവ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാവ് പൊന്തി വരുവാണെങ്കിൽ അത് കറക്റ്റ് പാകമെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അന്നേരം അതിലേക്ക് നമ്മൾ സാധാരണ ചുമന്നുള്ളി ചേർക്കണമെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. ഇഞ്ചിയും സവാളയും പച്ചമുളകും കറിവേപ്പിലയും നല്ല മുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് അന്നേരം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇതിലിപ്പം ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. അരിപ്പൊടി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാനും വേണ്ടി. നമ്മളിതിൽ ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ പൊടിയാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ചേരുവയാണ്. സാധാരണ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒന്നും ചേർക്കാറില്ല. പക്ഷേ ഒരു തവണയെങ്കിലും ചേർത്ത് നോക്കണം കേട്ടോ. അസാധ്യ ടേസ്റ്റാണ്. നമ്മൾ ഈ ഒരു ഉഴുന്നുവടയുടെ ടേസ്റ്റ് വർദ്ധിക്കാനും വേണ്ടി സാമ്പാർ പൊടി ഇതിൽ ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ഉള്ളിവട നമ്മൾ തയ്യാറാക്കുമ്പോഴും അതിലേക്ക് നമ്മൾ ലേശം ഗരം മസാലയും കൂടെ ചേർത്താൽ ടേസ്റ്റ് ഒന്നും കൊണ്ടൊന്ന് കൂടും കേട്ടോ. ഒരു കറക്റ്റ് പാകമായിട്ടുണ്ട് നമ്മുടെ ഉഴുന്നുവടയുടെ മാവ്. ഇതിൽ ഉള്ളിയുടെ അളവ് കുറയ്ക്കാം കൂട്ടാം. നമ്മൾ ചുടുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഉപ്പൊക്കെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളം സവാളയിൽ നിന്ന് ഇറങ്ങി ഭയങ്കര ലൂസായിട്ട് പോകും മാവ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലൊരു പാത്രം ഒരു എണ്ണയിലോട്ട് വെച്ചിട്ട് ആ പാത്രം ഒന്ന് ചൂടാവണം. അതിലേക്ക് മാവ് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലൊരു ഹോൾ ഇട്ടിട്ട് നമുക്കിത് എണ്ണയിൽ ചുട്ടെടുക്കാം. ഇപ്പം ആദ്യമായിട്ടൊക്കെ ഉഴുന്നുവട ഉണ്ടാക്കുന്നവർക്ക് കറക്റ്റായിട്ട് ഒരു രീതിയിൽ കിട്ടിയില്ലെങ്കിൽ ഇതൊരു എളുപ്പകരമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒത്തിരി നേരം മാവ് നമ്മൾ കുതിർത്ത് വെക്കാത്തതുകൊണ്ട് അത്ര വലിപ്പത്തിൽ കിട്ടില്ല. എന്നാലും ഷേപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. അന്നേരം ഇതിൽ നമ്മൾ വേറൊന്നും തന്നെ ചേർക്കുന്നില്ല. ഉഴുന്നും വളരെ സിമ്പിളായിട്ട് പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാനും വേണ്ടി നമ്മൾ ചേർക്കുന്നത് സാമ്പാർ പൊടിയാണെന്നേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ് കേട്ടോ. അന്നേരം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റാണ്. അന്നേരം ഉഴുന്നുവട ഉണ്ടാക്കാൻ പാടാണെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകിയിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണം. ഒട്ടും വെള്ളം നനവ് കാണരുത്. വെണ്ടയ്ക്ക ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണെങ്കിൽ വെണ്ടയ്ക്കയുടെ ഒരു കൊഴുപ്പ് കാരണം എല്ലാവർക്കും ഒന്നും അത്ര കണ്ട് ഇഷ്ടമല്ല. ആ ഒരു കൊഴുപ്പ് മാറാനും വേണ്ടി നമുക്ക് ചെറിയൊരു കാര്യം ചെയ്താൽ മതി കേട്ടോ. ഒട്ടും വെള്ളം നനവില്ലാണ്ട് തുടച്ചെടുക്കാം. വെണ്ടയ്ക്ക വെച്ചിട്ട് എന്ത് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ആ ഒരു വഴുവഴുപ്പ് അല്ലെങ്കിൽ ഒരു കൊഴുപ്പൊന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. നമ്മൾ ഈ വെണ്ടയ്ക്കയും കൂടെ ചേർത്തൊക്കെയാണ് ഞാൻ ചിലപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ കുട്ടികളൊക്കെ അത് അറിയാതെ കഴിച്ചു പോകും. നമ്മൾ നോർമലായിട്ട് വെക്കുന്ന കറികളൊന്നും കുട്ടികൾക്കൊന്നും അത്ര കണ്ട് ഇഷ്ടമല്ലാതാണ്. എല്ലാവർക്കും അങ്ങനെയല്ല കേട്ടോ, ചില കുട്ടികൾക്കെങ്കിലും. ഇതിപ്പോൾ എല്ലാ വെണ്ടയ്ക്കയും നമ്മൾ നല്ലപോലെ തുടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചെറുനാരങ്ങ എടുക്കുന്നുണ്ട്. ഇതുപോലൊന്ന് കട്ട് ചെയ്യുക. കത്തിയിലും നല്ലപോലെ ഈ ഒരു ചെറുനാരങ്ങ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒട്ടും തന്നെ ആ ഒരു വഴുവഴുപ്പ് നമ്മുടെ കയ്യിലോ കത്തിയിലോ ഉണ്ടാവില്ല. നല്ല രീതിയിൽ കിട്ടും. നമ്മൾ സാധാരണ മറ്റ് പച്ചക്കറികൾ അരിയുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ വെണ്ടയ്ക്ക അരിഞ്ഞ് കിട്ടും.
അന്നേരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് ഇഷ്ടമാകും ഉറപ്പായിട്ടും. പിന്നെ ഈ ഒരു അരിഞ്ഞതിന് ശേഷം ഈ ഒരു വെണ്ടയ്ക്കയിൽ ലേശം ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വഴുവഴുപ്പ് അല്ലെങ്കിൽ കൊഴുപ്പ് മാറാൻ ഏറ്റവും നല്ലതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഉരുളൻകിഴങ്ങ് നല്ലപോലെ വേവിച്ച് ഉടച്ചെടുക്കുക. അതിലേക്ക് സവാളയോ അല്ലെങ്കിൽ കുഞ്ഞുള്ളിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയാണ്. കുറച്ച് മാത്രം മതി കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല, അത് മാറ്റി വെക്കാൻ പറ്റാത്തൊരു ചേരുവയാണ് കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പിട്ട് വേവിച്ച ഉരുളൻകിഴങ്ങാണ്. അന്നേരം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. താണ്ട് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ രീതിയിലല്ല തയ്യാറാക്കുന്നത്. കറിയൊക്കെ വെക്കാൻ നല്ല മടിയുള്ള ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലൊന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിന്നറിനോ ലഞ്ചിനോ എപ്പോൾ വേണമെങ്കിലും. ഇതിപ്പം ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ മുരിങ്ങയിലയും കൂടെ ചേർത്തരയ്ക്കുന്നത്. മിക്സിയുടെ ജാറിൽ ലേശം വെള്ളവും മുരിങ്ങയിലയും ഉപ്പും ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഒരുപാട് നേരം നമ്മൾ കുഴച്ച് കൈയൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. ലേശം നെയ്യോ എണ്ണയോ എന്താണോ ഒന്ന് കയ്യിലോട്ട് തേച്ചാൽ മതി കേട്ടോ. ഒട്ടിപ്പിടിക്കാത്ത അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇത് കുറച്ചേറെ എടുത്തിട്ട് ദണ്ട് ഇതുപോലൊരു ബോൾ രീതിയിലോട്ട് എടുത്തിട്ട് ഇതൊരു ദണ്ട് ഈ ഒരു നമ്മുടെ മസാല, സ്പെഷ്യൽ മസാലയും കൂടെ ചേർത്തിട്ട് ഇതുപോലൊന്ന് ചെയ്തിട്ട് പരത്തിയെടുക്കണം കേട്ടോ. പരത്തിയെടുത്ത് കഴിഞ്ഞാൽ കറിയൊന്നും കൂടാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതുപോലെ ആക്കിയതിന് ശേഷം ഇനി ഇതിനെ ഒട്ടും കട്ടിയില്ലാതെ കൂടെ പരത്തിയെടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത്, ഇപ്പോൾ നോൺ വെജ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലെപ്പോഴുമുള്ള ചേരുവയാണ്. സംഭവം നല്ല ടേസ്റ്റുമായിരിക്കും, നല്ല ഹെൽത്തിയാണ്. കുട്ടികളൊക്കെ മുരിങ്ങയിലൊക്കെ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ മതി. പൂരിയായിട്ടോ ചപ്പാത്തിയായിട്ടോ ഒക്കെ അവർ കഴിക്കും. നല്ല ടേസ്റ്റോടുകൂടി കേട്ടോ. അന്നേരം ഇത് വളരെ സിമ്പിളായിട്ട് അധികം കട്ടിയില്ലാതെ നമുക്ക് പരത്തിയെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, നല്ല രീതിയിൽ പരത്തിയെടുക്കാം കേട്ടോ. ഇനി ഇതിനെ നമ്മൾ ചെറിയ തീയിലൊന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ ചുട്ടെടുക്കുക. ഇതിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടി ഒന്നുകിൽ ബട്ടർ ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം. ഇതിപ്പോൾ ചുടുന്ന സമയത്ത് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ചപ്പാത്തി നമ്മൾ വെറുതെ നെയ്യ് ഒഴിച്ചിട്ട് ചുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അധികം കട്ടിയില്ലാതെ പരത്തണം ചപ്പാത്തി, എന്നാലേ അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ ഒരു മസാല ചപ്പാത്തി എന്ന് പറയുമ്പം നല്ലതാണ്. ചപ്പാത്തി നമ്മൾ തയ്യാറാക്കുന്ന ഒരു സമയമേ ഉള്ളൂ, കറിയുടെ ആവശ്യമില്ല. നമ്മളിപ്പോൾ വൈകുന്നേരം വരെ ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഒട്ടും വായു കയറാത്ത പാത്രത്തിൽ അടച്ചു വെക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ കോട്ടൺ തുണി വെച്ചൊന്ന് കവർ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ടിയാവത്തില്ല, നല്ല സോഫ്റ്റായിട്ട് വൈകിട്ട് വരെ ഇരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ലേശം ബട്ടറും കൂടെ ചേർത്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഉള്ളിൽ ആ ഒരു മസാല ഫില്ലിംഗ് കൂടെ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേന് കിടു ടേസ്റ്റാണ്. ഒരു തവണ നിങ്ങൾ ഇങ്ങനെ ചപ്പാത്തി തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ രീതിയിലേ ചപ്പാത്തി തയ്യാറാക്കുള്ളൂ. കാരണം വളരെ സിമ്പിളായിട്ട് കറിയൊന്നും കൂടാണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും മിക്ക വീട്ടമ്മമാരും. പെട്ടെന്ന് പണി തീർക്കണം. അതിങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. നല്ല രീതിയിൽ കിട്ടും. നിങ്ങൾക്ക് ആ ഉള്ളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ഒരു തവണ തയ്യാറാക്കി നോക്കണേ. ഒരു പാത്രത്തിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മാത്രം വിനാഗിരി, ഇഷ്ടമുള്ള ഏതെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ പാം ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവറോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കയ്യിലാക്കിയിട്ട് നമ്മൾ ചക്കയൊക്കെ വൃത്തിയാക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടും തന്നെ ആ ഒരു ചക്കയരക്ക് പറ്റത്തില്ല കേട്ടോ. അന്നേരം തീർച്ചയായിട്ടും എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ്. അന്നേരം ഈ ചക്കയുടെ സീസണൊക്കെ തുടങ്ങിയതേ ഉള്ളൂ, ഇനി അങ്ങോട്ട് ചക്കയുടെ സീസണാണല്ലോ. അന്നേരം തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്രദമാകും. കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഈ ഒരു രീതിയിലോട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ കാണിക്കാം. കയ്യിൽ നല്ല പോലെ അതാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലോട്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തേയില്ല. അതുകൊണ്ട് ഇതുപോലൊന്ന് ചെയ്താൽ മതി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ ആകുമ്പോൾ ഭയങ്കര കൊതുകിൻ്റെ ശല്യമല്ലേ, അത് ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. ഇപ്പം വിളക്ക് കത്തിക്കുന്ന ഇതുപോലുള്ള കൊച്ചു വിളക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ലേശം പേസ്റ്റ് എടുക്കുക. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് ഇവ രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇളക്കി യോജിപ്പിക്കുക എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പച്ച കർപ്പൂരമാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിതിനെ കത്തിക്കുക. ഈ ഒരു മണം കാരണം ഈ വീടിൻ്റെ പരിസരത്ത് പോലും
ഈ കൊതുകുകൾ വരില്ല. നല്ലതാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലും കിട്ടുകയും ചെയ്യും, കൊതുകിൻ്റെ ശല്യം ഒഴിവാക്കുകയും ചെയ്യും. നിത്യജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുറേയേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു നല്ലൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.